കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് ഒരു നാർസിസ്റ്റ് പേഴ്സൻ്റെ പ്രപ്പോസൽ എങ്ങനെയാണെന്നാണ്. ആ ടെക്നിക്കുകളിൽ നിങ്ങൾ വീണുപോയാൽ അടുത്ത സ്റ്റേജ് കുറച്ചുകൂടി ഭീകരമായിരിക്കും. ടൈപ്പോളജി കാരണം ഇറക്കാനും വയ്യ, മodification കാരണം തുപ്പാനും വയ്യ എന്ന അവസ്ഥയായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. നമ്മളെ വേദനിപ്പിക്കുന്ന ഒരാളെ തന്നെ വീണ്ടും വീണ്ടും സ്നേഹിക്കാൻ നമ്മുടെ തലച്ചോറിനെ അവർ പ്രോഗ്രാം ചെയ്യുന്ന രീതിയാണിത്. ഭീകരമായ ഈ അവസ്ഥയാണ് ട്രോമ ബോണ്ടിങ്. ഫോളോ ചെയ്തിട്ട് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ അറിയിക്കണേ. ഇത് ഉപകാരപ്പെടും തോന്നുന്ന ആർക്കെങ്കിലും ഒക്കെ അയച്ചു കൊടുക്കണേ. ഒരു നാർസിസ്റ്റുമായിട്ടുള്ള റിലേഷനിൽ നിങ്ങൾ എങ്ങനെയാണ് അവർ ട്രോമ ബോണ്ടിങ്ങിൽ പെടുത്തുന്നത്? 3 സ്റ്റെപ്പുകളായിട്ടാണിത്. സ്റ്റേജ് 1, ദ സൈക്കിൾ ഓഫ് റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്. ഇവിടെയാണ് അവരുടെ ഗെയിം ശരിക്കും തുടങ്ങുന്നത്. ഒരു ദിവസം അവർ ലോകത്തിന്റെ അറ്റത്തോളം നിങ്ങളെ സ്നേഹിക്കും, അടുത്ത ദിവസം ഒരു കാരണമില്ലാതെ അവഗണിക്കും, കുറ്റപ്പെടുത്തും. ഈ അവഗണന സഹിക്കാനാവാതെ നിങ്ങൾ കൈവിട്ട് പോകുമ്പോൾ പെട്ടെന്ന് അവർ പഴയ സ്നേഹമായിട്ട് തിരിച്ചു വരും. ആ ചെറിയ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ വീണ്ടും കാത്തിരിക്കും. ഒരു മയക്കുമരുന്നിന് അടിമയാവുന്ന പോലെ അവരുടെ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ അവരുടെ എല്ലാ പീഡനങ്ങളും സഹിക്കാൻ പഠിക്കും. സ്റ്റേജ് 2, ഡിപ്പെൻഡൻസി. പതുക്കെ പതുക്കെ അവർ നിങ്ങളുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കും. നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവളാണ് എന്നവർ വരുത്തി തീർക്കും. അയാൾ ഉള്ളതുകൊണ്ട് മാത്രം നിങ്ങൾ നിലനിൽക്കുന്നെന്ന് നിങ്ങളെ വിശ്വസിപ്പിക്കും. അങ്ങനെ നിങ്ങളെ വേദനിപ്പിക്കുന്ന അതേ വ്യക്തി തന്നെയാണ് നിങ്ങളുടെ ഏക ആശ്വാസവും ബലവും നിങ്ങൾ വിശ്വസിക്കും. ഇതാണ് ട്രോമ ബോണ്ടിങ്ങിന്റെ ഏറ്റവും ഡാർക്ക് സൈഡ്. സ്റ്റേജ് 3 ഒരു അൺബ്രേക്കബിൾ ട്രാപ്പാണ്. മറ്റുള്ള ആൾക്കാർ, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാർ ഇതൊരു ടോക്സിക് റിലേഷനാണ് നിങ്ങളോട് പറയും. അവരോടൊക്കെ നിങ്ങൾ തർക്കിക്കും. കാരണം അവർ കാണിച്ച പഴയ സ്നേഹത്തിന്റെ ഓർമ്മ ഇപ്പോഴും നിങ്ങൾക്കുള്ളുണ്ടാവും. അയാൾ പാവമാണ്, ഇടയ്ക്കൊക്കെ ദേഷ്യം പിടിക്കുന്ന സ്നേഹം കൊണ്ടാണ് എന്ന് സ്വയം ന്യായീകരിച്ച് നിങ്ങൾ ആ നരകത്തിൽ തുടരും. സ്നേഹിച്ചാക്ക് വേണ്ടി നിങ്ങളെ തന്നെ ബലി കൊടുക്കുന്ന അവസ്ഥ. ഈ കെണിയിൽ നിന്ന് പുറത്തെടുക്കുക എന്നുള്ളത് അസാധ്യമൊന്നുമല്ല, പക്ഷെ ബുദ്ധിമുട്ടാണ്. ഈ കെണിയിൽ നിന്ന് പുറത്തെടുക്കാൻ നിങ്ങളൊരു ശ്രമം നടത്തിയാണ്ടല്ലോ, അവർ ചെയ്യുന്ന മറ്റൊരു ഭീകരമായ ഡാർക്ക് സ്റ്റേജ് ഉണ്ട്. നിങ്ങൾ അവരുടെ കുടുക്കിൽ പൂർണ്ണമായും കുടുങ്ങിയെന്ന് ഉറപ്പ് വരുന്ന സ്റ്റേജാണത്. നിങ്ങൾ ജീവനോടെ ഇല്ലാത്ത പോലെ അവർ പെരുമാറും. നിങ്ങൾക്ക് സഹിക്കാവുന്നതിലും വേദനയുള്ളൊരവസ്ഥയാണെങ്കിലും ഈ ട്രാപ്പിൽ നിന്ന് ഊരിപ്പോരാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് അവർ ഉറപ്പ് വരുത്തുന്ന ഒരു ഡാർക്ക് സ്റ്റേജാണിത്. ദ സൈലന്റ് ട്രീറ്റ്മെന്റ്. നമ്മൾ കാണുന്നതല്ല യാഥാർത്ഥ്യം. ഇനിയും 2 രഹസ്യങ്ങളുണ്ട്. ദ സ്റ്റോറി കണ്ടിന്യൂസ് ഇൻ നെക്സ്റ്റ് എപ്പിസോഡ്. കീപ് വാച്ചിങ്. ഇറ്റ്സ് മീ എബി ജോസഫ് എൽഡറാഡോ സൈനിങ് ഓഫ്.